ഹലോ, വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ PSC ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് PSC ഒരുപാട് തവണ ചോദിച്ചതാണ് എന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ളത്. എന്നാണ് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ. പിന്നെ നിലവിലത്തെ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹീരാലാൽ സമാരിയാണ് നിലവിലത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ. അപ്പോൾ ഈ 3 പോയിന്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ ആസ്ഥാനം PSC ചോദിക്കാറുണ്ട്. ന്യൂഡൽഹിയിലെ CIC ഭവൻ, അതാണ് നമ്മളുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. പിന്നെ അംഗങ്ങളുടെ എണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ട്. പിന്നെ 10 കൂടാതെയുള്ള ഇൻഫർമേഷൻ കമ്മീഷണർമാരുണ്ട്. 10 കൂടാതെയുള്ള ഇൻഫർമേഷൻ കമ്മീഷണർമാരും പിന്നെ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അടങ്ങുന്നതാണ് നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാലാവധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2005 കേന്ദ്ര വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. എന്നാൽ 2019 ഒരു നിയമവകാശ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭേദഗതി അനുസരിച്ചിട്ട് ഈ അംഗങ്ങളുടെയും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറൊക്കെ കാലാവധി നിശ്ചയിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ് നമുക്ക് കാണാം. അതേപോലെ തന്നെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് പുനർനിയമനത്തിന് അർഹനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ ഇൻഫർമേഷൻ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനായാൽ അല്ലെങ്കിൽ നിയമിതനാകുന്നതിന് അർഹതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാതെയുള്ള അംഗങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 10 കൂടാതെ അംഗങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിലും ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് മാറാനുള്ള അർഹതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനാകുമ്പോൾ നേരത്തെ അയാൾ ഇൻഫർമേഷൻ കമ്മീഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ആ 2 പദവിയും കൂടെ 5 വർഷത്തിൽ കൂടാൻ പാടില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചേക്കുക. പിന്നെ നിയമിക്കുന്നത്, അതായത് ഈ അംഗങ്ങളെയും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനൊക്കെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അവരെ രാജി സമർപ്പിക്കുന്നതും അവർ ആറ് മുന്നിലാണോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അതെല്ലാം ആറ് മുന്നിലാണ്, നമ്മുടെ രാഷ്ട്രപതിയുടെ മുന്നിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെഷൻസും കൂടെ നമുക്ക് നോക്കാം. അതായത് ഈ അംഗങ്ങളുടെയും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറൊക്കെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ സെഷൻ 5. പിന്നെ വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെഷൻ 6 പിന്നെ അപേക്ഷയുടെ തീർപ്പാക്കൽ സെഷൻ 7 പറയുന്നു. പിന്നെ വിവരം ലഭിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്, അതായത് നമ്മുടെ രാജ്യസുരക്ഷയൊക്കെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെഷൻ ഏതാണെന്ന് വെച്ചാൽ സെഷൻ 8. പിന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ അത് 12 സെഷൻ 12 എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ അവരുടെ കാലാവധി, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും അംഗങ്ങളുടെയൊക്കെ കാലാവധി, പിന്നെ അവരുടെ സേവന വ്യവസ്ഥയൊക്കെ പറയുന്നത് സെഷൻ 13. പിന്നെ അവരുടെ നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ അത് സെഷൻ 14. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. താങ്ക്